ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിൽ വർക്ക് ചെയ്യുന്ന നഴ്സസിന് എക്സാംസ് ഒന്നും ഇല്ലാതെ തന്നെ ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. 2028 ഏപ്രിൽ ഇത് റിവൈസ് ചെയ്യുന്നതായിരിക്കും. സോ രജിസ്ട്രേഷൻ പ്രോസസ്സ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇംഗ്ലീഷ് ടെസ്റ്റ് ആവശ്യമാണോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. ഇംഗ്ലീഷ് ടെസ്റ്റ് ആവശ്യമാണോ എന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ ലിസ്റ്റിലുള്ള കൺട്രീസിൽ വർക്ക് ചെയ്യുന്ന നഴ്സസ് ആണെങ്കിൽ അവർക്ക് എക്സംഷൻ കിട്ടാനാണ് ചാൻസ്. RN എക്സ്പീരിയൻസ് തന്നെ വേണോ, അതല്ലാതെ ഈ പറയുന്ന കൺട്രീസിൽ കെയറായിട്ടോ എൻറോൾ നഴ്സായിട്ടോ അസിസ്റ്റൻറ്റ് നഴ്സായിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന നഴ്സാണെങ്കിൽ അവർക്ക് രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റുമെന്നുള്ളത്. ഹലോ എവ്രിവൺ, ഇന്ന് നമ്മളൊരു ഹാപ്പി ന്യൂസ് ഡിസ്കസ് ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത്. നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി ബോർഡ് ഓഫ് ഓസ്ട്രേലിയ പുതിയൊരു റൂള് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. ഇതിനു മുമ്പ് ന്യൂസിലാൻഡ് പാത്വേ വഴി ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിലുള്ള നഴ്സസിന് രജിസ്ട്രേഷൻ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു. അതിന് എക്സാംസിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ 2024 എൻഡോടുകൂടി ന്യൂസിലാൻഡ് നഴ്സിംഗ് കൗൺസിൽ ആ ഒരു റൂള് സ്റ്റോപ്പ് ചെയ്തു. ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ എടുക്കുന്നത് പലരുടെയും സ്വപ്നമാണെങ്കിൽ കൂടി ആ ഒരു പാത്വേ ചൂസ് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഓസ്ട്രേലിയൻ നഴ്സിംഗ് ബോർഡായ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി ബോർഡ് ഓഫ് ഓസ്ട്രേലിയ പുതിയ റൂള് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിൽ വർക്ക് ചെയ്യുന്ന നഴ്സസിന് എക്സാംസ് ഒന്നും ഇല്ലാതെ തന്നെ ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ റൂൾ ശരിക്കും പറഞ്ഞാൽ എല്ലാവരുടെയും ഒരു സ്വപ്നമായിരുന്നു. ഇങ്ങനൊരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുമെന്ന് പോലും അധികം ആരും കരുതിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ജാനുവരി 2025 NMBA ഇങ്ങനെ ഒരു റൂള് കൊണ്ടുവന്നിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു പാത്വേ എന്താണെന്നുള്ളത് നോക്കാം. ഇതിൽ 2 ഓപ്ഷനാണ് വരുന്നത്, പാത്വേ 1 ആൻഡ് പാത്വേ 2. പാത്വേ 1 എന്ന് പറയുന്നത് ഓൾറെഡി എഫക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇതിനു മുമ്പും ഈ ഒരു പ്രോസസ്സിലൂടെ നമുക്ക് രജിസ്ട്രേഷൻ എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതായത് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിൽ നഴ്സിംഗ് ക്വാളിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത നഴ്സസാണ്. അവിടുന്ന് റിക്വയർഡ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവർക്ക് എക്സാംസ് ഒന്നും ഇല്ലാതെ തന്നെ ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രോസസ്സ് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു. നമ്മൾ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കാറ്റഗറീസ് വരുന്നുണ്ടല്ലോ, സ്ട്രീം A, സ്ട്രീം B, സ്ട്രീം C. സോ സ്ട്രീം Aയിലുള്ള കാറ്റഗറിയിൽ വരുന്ന നഴ്സസ് ആണ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിൽ നിന്ന് ബാച്ചിലർ ഓഫ് നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയുള്ള ക്വാളിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത നഴ്സസ് സ്ട്രീം Aയുടെ അണ്ടറിലാണ് വരുന്നത്. എക്സാംസ് ഒന്നും ഇല്ലാതെ തന്നെ പേപ്പർ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു. ഈ ഒരു റൂളാണ് പാത്വേ 1 എന്ന് പറയുന്നത്. ഇത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു റൂള് തന്നെയാണ്. ഇനി പാത്വേ 2 എന്താണെന്നുള്ളത് നോക്കാം. നമ്മുടെ നാട്ടിൽ ക്വാളിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത നഴ്സസ് ലൈക്ക് ബാച്ചിലേഴ്സോ അങ്ങനെയുള്ള ക്വാളിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത നഴ്സസ് ഒക്കെയാണ് സെക്കൻഡ് പാത്വേയുടെ അണ്ടറിൽ വരുന്നത്. ജാനുവരി 2017 ശേഷം 1 ഇയർ എക്സ്പീരിയൻസ് ഉള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിൽ വർക്ക് ചെയ്ത നഴ്സസിന് ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. NCLEX-Rനും OSCEയുടെയും ആവശ്യം വരുന്നില്ല. ഇതാണ് പാത്വേ 2 എന്ന് പറയുന്നത്. 1800 വർക്കിംഗ് അവേഴ്സ് എന്ന് പറയുന്നത് ഇക്വലൻറ്റ് ടു 1 ഇയർ ഓഫ് ഫുൾ ടൈം എക്സ്പീരിയൻസ് ആണ്. ഓസ്ട്രേലിയൻ എക്സ്പീരിയൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുവാണെങ്കിൽ 38 അവർ പെർ വീക്കായിട്ടാണ് വരിക. അപ്പോൾ ഈ 38 അവർ വീക്ക്ലി വർക്ക് ചെയ്യുന്ന ഒരു നഴ്സ് ഫുൾ ടൈം 1 ഇയർ വർക്ക് ചെയ്യുകയാണെങ്കിൽ അവർക്ക് മിനിമം 1800 അവേഴ്സ് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള നഴ്സസ് ഒക്കെ ഈ ഒരു പാത്വേ ഓപ്ഷന് എലിജിബിൾ ആണ്. ഓസ്ട്രേലിയൻ മിനിസ്റ്റീരിയൽ കൗൺസിൽ സെപ്റ്റംബർ 26, 2024 ഈ ഒരു ബില്ല് പാസ്സാക്കിയതാണ്. എന്നാൽ ഇതിൻ്റെ അപ്ഡേറ്റ് ആപ്ര വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തത് 27 ജാനുവരി 2025 ഈ ഒരു പ്രോസസ്സ് എഫക്റ്റീവായിട്ട് വരുന്നത് 1 ഏപ്രിൽ 2025 മുതലാണ്. ഇനി എന്തിനാണ് ഇങ്ങനെ ഒരു റൂള് ആപ്ര ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്നുള്ളത് എല്ലാവർക്കും ഒരു ക്ലാരിഫിക്കേഷൻ്റെ ആവശ്യം ഉണ്ടാവും അല്ലേ. ഇതിനു മുമ്പ് ചെയ്യുന്ന പ്രോസസ്സ് ആണെങ്കിൽ എക്സാംസ് അറ്റൻഡ് ചെയ്യണം, ലൈക്ക് NCLEX, OSCE, ലാംഗ്വേജ് ടെസ്റ്റ്, അങ്ങനെ ഈ 3 പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് രജിസ്ട്രേഷൻ കിട്ടുകയുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഈ ഒരു പ്രോസസ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനും ടൈം സേവ് ചെയ്യാനുമാണ്. രജിസ്ട്രേഷൻ പ്രോസസ്സ് ഡയറക്റ്റ്ലി കംപ്ലീറ്റ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ മിനിമം 1 ഇയർ എങ്കിലും പ്രോസസ്സിംഗ് ടൈം എടുക്കുന്നുണ്ട്. അതുപോലെ കോസ്റ്റും 8 to 8.5 lakhs വരുന്നുണ്ട്. ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിൽ വർക്ക് ചെയ്യുന്ന നഴ്സസ് എന്ന് പറയുമ്പോൾ അവർ ഓൾറെഡി ആ ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് അത്യാവശ്യം ഹ്യൂജ് എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ട് തന്നെയായിരിക്കും
ആ പെർട്ടിക്കുലർ കൺട്രിയിൽ അവർ രജിസ്ട്രേഷൻ അച്ചീവ് ചെയ്തിരിക്കുന്നത്. വീണ്ടും ആപ്ര രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ എക്സാംസ് എഴുതേണ്ടി വരുവാണെങ്കിൽ 8 to 8.5 lakhs കോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കോസ്റ്റ് കുറയ്ക്കാനും ടൈം സേവ് ചെയ്യാനുമാണ് ആപ്ര ഈ ഒരു പുതിയ റൂൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഏതൊക്കെ കൺട്രീസിൽ വർക്ക് ചെയ്യുന്ന രജിസ്റ്റേർഡ് നഴ്സസിനാണ് ഈ പുതിയ റൂൾ ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ UK ആണ്. UK-ൽ 1800 hours 2017 ശേഷം അല്ലെങ്കിൽ 2017 മുതൽ എക്സ്പീരിയൻസ് അച്ചീവ് ചെയ്ത നഴ്സാണെങ്കിൽ എലിജിബിൾ ആണ്. അടുത്തത് അയർലൻഡ് ആണ്. സെയിം റൂള് തന്നെയാണ് അയർലൻഡിനും. 1800 hours ഓഫ് വർക്ക് എക്സ്പീരിയൻസ് അയർലൻഡിൽ നിന്ന് രജിസ്റ്റേർഡ് നഴ്സ് ആയിട്ടുണ്ടെങ്കിൽ അവരും പ്രോസസ്സ് ചെയ്യാനായിട്ട് എലിജിബിൾ ആണ്. മൂന്നാമത് വരുന്ന കൺട്രിയാണ് കാനഡ. കാനഡയിൽ എല്ലാവർക്കും അറിയാം പല പ്രൊവിൻസസ് ഉണ്ട്. പക്ഷേ ആപ്ര അക്സെപ്റ്റ് ചെയ്യുന്നത് BC ആൻഡ് ഒണ്ടാരിയോ. ഈ രണ്ട് പ്രൊവിൻസിൽ നിന്നും രജിസ്ട്രേഷനുള്ള നഴ്സസിനെ മാത്രമാണ് അവർ ഈ ഒരു പാത്വേ ഓപ്ഷനിലേക്ക് എലിജിബിൾ ആക്കുകയുള്ളൂ. 1800 hours എക്സ്പീരിയൻസ് മാൻഡേറ്ററി ആണ്. പിന്നെ വരുന്നത് US രജിസ്റ്റേർഡ് നഴ്സസ് ആണ്. സെയിം റൂള് തന്നെയാണ് ഇവർക്കും വരുന്നത്. 1800 hours ഓഫ് എക്സ്പീരിയൻസ് US-ൽ നിന്ന് വേണം. സ്റ്റേറ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ വേറെ ബോർഡൊന്നും ആപ്ര ഇതുവരെ മെൻഷൻ ചെയ്തിട്ടില്ല. സോ ഏത് ബോർഡിൽ വർക്ക് ചെയ്യുന്ന US നഴ്സസ് ആണെങ്കിലും അവരും പ്രോസസ്സ് ചെയ്യാനായിട്ട് എലിജിബിൾ ആണ്. അടുത്ത കൺട്രിയാണ് സ്പെയിൻ. സ്പെയിനിലും 1800 hours ഓഫ് എക്സ്പീരിയൻസ് ഉള്ള രജിസ്റ്റേർഡ് നഴ്സസ് ആണെങ്കിൽ പ്രോസസ്സ് ചെയ്യാനായിട്ട് എലിജിബിൾ ആണ്. എക്സാംസിൻ്റെ ആവശ്യം വരുന്നില്ല. ലാസ്റ്റ് ആയിട്ട് വരുന്നതാണ് സിംഗപ്പൂർ. സിംഗപ്പൂർ എല്ലാവർക്കും അറിയാം ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി അല്ല. പക്ഷേ എന്നിരുന്നാലും ആപ്ര ഈ ഒരു ലിസ്റ്റിൽ സിംഗപ്പൂരിനെയും ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന ന്യൂസിലാൻഡ് പ്രോസസ്സിലും അങ്ങനെ തന്നെയായിരുന്നു. സിംഗപ്പൂർ രജിസ്റ്റേർഡ് നഴ്സസിന് ഈ ഒരു പാത്വേ ഓപ്ഷൻ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ അവിടെ സിംഗപ്പൂർ നഴ്സസ് ചിലപ്പോൾ ഇംഗ്ലീഷിൻ്റെ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യേണ്ടതുണ്ടാവും. എന്തായാലും അവർക്ക് ഇംഗ്ലീഷ് ടെസ്റ്റ് മാൻഡേറ്ററി ആയിട്ട് അറ്റൻഡ് ചെയ്യേണ്ടിയും വരാൻ തന്നെയാണ് ചാൻസസ്. ഈ ഒരു ക്ലാരിഫിക്കേഷൻ കേട്ട് കഴിയുമ്പോൾ എല്ലാവർക്കും വരുന്നൊരു ഡൗട്ടാണ്, ന്യൂസിലാൻഡ് ഈ ലിസ്റ്റിൽ ഇല്ലല്ലോ, ന്യൂസിലാൻഡ് നഴ്സിംഗ് രജിസ്ട്രേഷൻ്റെ പാത്വേ സ്റ്റോപ്പ് ചെയ്തു എന്നുള്ളത്. ന്യൂസിലാൻഡ് ഈ ലിസ്റ്റിൽ ഇല്ലാത്തതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി TTMR പാത്വേ ട്രാൻസ് ടാസ്മാൻ മ്യൂച്വൽ റെക്കഗ്നിഷൻ ആക്ട് പ്രകാരം ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ ഉള്ള നഴ്സസിന് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റുന്നതാണ്. അത് വർഷങ്ങളായിട്ട് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു റൂള് തന്നെയാണ്. അതിൽ വേറൊരു ചേഞ്ചസും വരുന്നില്ല. സോ ആ റൂള് ആപ്ലിക്കബിൾ ആണ്. അതുകൊണ്ടാണ് ന്യൂസിലൻഡിനെ ഈ ഒരു കാറ്റഗറിയിൽ ആഡ് ചെയ്യാത്തത്. ഓൾറെഡി അവർ എലിജിബിൾ ആണ്. 1 April 2025 മുതലാണ് ഇത് എഫക്റ്റീവ് ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞല്ലോ. ഇനി ഇതെന്നാണ് റിവൈസ് ചെയ്യാമെന്ന് ചോദിക്കുകയാണെങ്കിൽ 3 വർഷമാണ് ഈ ഒരു റൂളിൻ്റെ വാലിഡിറ്റി. 3 years എന്തായാലും ഇത് കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് സാധ്യത. 2028 April ഇത് റിവൈസ് ചെയ്യുന്നതായിരിക്കും. സോ രജിസ്ട്രേഷൻ പ്രോസസ്സ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ചില ആളുകൾ നമ്മളോട് ചോദിക്കാറുണ്ട്, ഇപ്പോൾ UK-യുടെ പ്രോസസ്സ് പകുതിയാക്കി വെച്ചേക്കുക, അല്ലെങ്കിൽ UK ലൈസൻസ് മാത്രമുള്ളൂ, എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകൾക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അങ്ങനെയുള്ളവർ എലിജിബിൾ അല്ല. UK പ്രോസസ്സ് നിങ്ങൾ പകുതി കംപ്ലീറ്റ് ചെയ്ത് വെച്ചാലും അവർക്ക് ഈ ചിലപ്പം ഒരു എയിം ഉണ്ടാവും, ഓസ്ട്രേലിയയിൽ നോക്കാതെ UK ചെന്ന് അവിടുന്ന് എക്സ്പീരിയൻസ് എടുത്തിട്ട് മൂവ് ചെയ്യാം എന്നുള്ളത്. പക്ഷേ അത് കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. കാരണം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ UK-ൽ ജോബ് കിട്ടുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണല്ലോ. അപ്പോൾ നിങ്ങൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്താലും അവിടെ 1800 hours എക്സ്പീരിയൻസ് വേണം, 1 year എക്സ്പീരിയൻസ് വേണം. സോ അത് അച്ചീവ് ചെയ്ത് വരുമ്പോഴേക്കും ഈ ഒരു റൂള് റിവൈസ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. കാരണം 3 years ആണല്ലോ ഇതിൻ്റെ വാലിഡിറ്റി വരുന്നത്. സോ അങ്ങനെയുള്ള നഴ്സസ് ആണ്. വേറെ കൺട്രിയിലുള്ള RNs ആണെന്നുണ്ടെങ്കിൽ അവർ ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ ഡയറക്റ്റ് ആയിട്ട് നോക്കുന്നത് തന്നെയായിരിക്കും ബെറ്റർ ഓപ്ഷൻ. ഇംഗ്ലീഷ് ടെസ്റ്റ് ആവശ്യമാണോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. ഇംഗ്ലീഷ് ടെസ്റ്റ് ആവശ്യമാണോ എന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ ലിസ്റ്റിലുള്ള കൺട്രീസിൽ വർക്ക് ചെയ്യുന്ന നഴ്സസ് ആണെങ്കിൽ അവർക്ക് എക്സംഷൻ കിട്ടാനാണ് ചാൻസ്. കാരണം 2025 ജാനുവരി തന്നെ ആപ്ര ഇംഗ്ലീഷ് സ്കോർ റിവൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. റൈറ്റിംഗ് C+ ആക്കി, ബാക്കി 3 മൊഡ്യൂൾസ് Bയും ആണെന്നുള്ളൊരു ക്ലാരിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു റൂൾ ചേഞ്ച് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ആപ്ര ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിൽ വർക്ക് ചെയ്യുന്ന നഴ്സസ് ആണെങ്കിൽ അവർക്ക് എക്സംഷൻ കിട്ടാം. അതിന് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. അതായത് അവർ ലൈസൻസ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് ഇംഗ്ലീഷ് ടെസ്റ്റും അറ്റൻഡ് ചെയ്തിട്ടായിരിക്കണം ആ ഒരു പെർട്ടിക്കുലർ കൺട്രിയിൽ വർക്ക് ചെയ്യുന്നത്. അത് മാത്രമല്ല ആപ്രയുടെ ഫൈനൽ രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മിനിമം 12 months ഓഫ് എക്സ്പീരിയൻസ്
ഉണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെ കുറച്ച് റൂളും ക്രൈറ്റീരിയാസും ആപ്ര പറയുന്നുണ്ട്. ആ ഒരു ക്രൈറ്റീരിയ അല്ലെങ്കിൽ റിക്വയർമെൻറ്റ് നമ്മൾ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഇംഗ്ലീഷ് ടെസ്റ്റിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. പക്ഷേ അത് കേസ് മാനേജർ ലാസ്റ്റ് സ്റ്റേജിൽ നോക്കിയിട്ടായിരിക്കും പറയുക. നമ്മുടെ കാൽക്കുലേഷൻ വെച്ചിട്ട് ഒരു 80 to 85% ഇംഗ്ലീഷ് വേവ് ചെയ്ത് കിട്ടാൻ തന്നെയാണ് ചാൻസസ് ഉള്ളത്. പക്ഷേ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ആ പെർട്ടിക്കുലർ ജൂറിസ്ഡിക്ഷനിൽ അവർക്ക് രജിസ്ട്രേഷൻ കിട്ടിയിരിക്കുന്നത് ഇംഗ്ലീഷ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ട് തന്നെയായിരിക്കണം. അങ്ങനെയുള്ള കേസാണെങ്കിൽ വാലിഡിറ്റി ഇല്ലെങ്കിൽ കൂടി ആപ്ര അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇപ്പോൾ പറഞ്ഞ ഇംഗ്ലീഷ് ടെസ്റ്റിൻ്റെ കാര്യം എന്ന് പറയുന്നത് അത് 30 കൺട്രീസിന് ആപ്ലിക്കബിൾ ആണ്. അതിൻ്റെ ലിസ്റ്റും വീഡിയോയും നമ്മൾ ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിഫിക്കേഷൻ കിട്ടുന്നതാണ്. ഇതിനകത്തൊന്നും പെടാത്ത കൺട്രിയാണ് സിംഗപ്പൂർ. സിംഗപ്പൂർ നഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രോസസ്സിന് എലിജിബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നാലും ഇംഗ്ലീഷ് ടെസ്റ്റ് എന്തായാലും അറ്റൻഡ് ചെയ്യേണ്ടി വരും എന്ന് തന്നെയാണ് തോന്നുന്നത്. കാരണം ന്യൂസിലൻഡ് പാത്വേ ചെയ്യുന്ന ടൈമിലും സിംഗപ്പൂരിൽ നിന്ന് ഇംഗ്ലീഷ് ടെസ്റ്റ് റിക്വയർമെൻറ്റ് കൗൺസിൽ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെയായിരിക്കും ആപ്രയ്ക്കും അത് വേണ്ടി വരും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. അടുത്ത ക്ലാരിഫിക്കേഷനാണ് RN എക്സ്പീരിയൻസ് തന്നെ വേണോ, അതല്ലാതെ ഈ പറയുന്ന കൺട്രീസിൽ കെയറായിട്ടോ എൻറോൾ നേഴ്സായിട്ടോ അസിസ്റ്റൻറ്റ് നേഴ്സായിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന നേഴ്സാണെങ്കിൽ അവർക്ക് രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റുമോ എന്നുള്ളത്. RN എക്സ്പീരിയൻസ് മാൻഡേറ്ററി ആണ്. 1800 അവേഴ്സ് എന്ന് പറയുന്നത് ബാക്കിയുള്ള കാറ്റഗറിയിൽ പെടുന്നതല്ല. രജിസ്റ്റേർഡ് നേഴ്സായിട്ട് തന്നെ 1800 അവേഴ്സ് 2017 തൊട്ട് അല്ലെങ്കിൽ 1 ഇയർ മാൻഡേറ്ററി ആയിട്ട് വേണമെന്ന് തന്നെ ആപ്ര പറയുന്നുണ്ട്. വേറൊരു ക്ലാരിഫിക്കേഷനാണ് GNMസിന് ഈ ഒരു പാത്വേ ഓപ്ഷൻ ചൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. UK, അയർലൻഡ്, കാനഡ, US, സിംഗപ്പൂർ മുതലായ രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന GNM നഴ്സസ് ആണ് RN ആയിട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ കൂടി അവർക്ക് എലിജിബിലിറ്റി കിട്ടില്ല. കാരണം ആപ്രയുടെ റിക്വയർമെൻറ്റ്, ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രോസസ്സിൻ്റെ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് മിനിമം ക്വാളിഫിക്കേഷൻ ബാച്ചലർ ഓഫ് നഴ്സിംഗ് ആണ്. ബാച്ചലർ ഓഫ് നഴ്സിംഗ് ഓർ എബോവ് ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്ക് മാത്രമാണ് ആപ്ര രജിസ്ട്രേഷൻ കൊടുക്കുകയുള്ളൂ. സോ GNM ക്വാളിഫൈഡ് ആയിട്ടുള്ള നഴ്സസിന് ഇതിന് എലിജിബിൾ അല്ല. അവർക്ക് വേറെയും പാത്വേ ഓപ്ഷൻ ഉണ്ട്. ക്വാളിഫിക്കേഷൻ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് ഓൺലൈൻ സ്പെഷ്യലൈസേഷൻ കോഴ്സസ് ചെയ്യാം, ഓസ്ട്രേലിയ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഓൺലൈൻ കോഴ്സസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ പോസ്റ്റ് BSc കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ വേറൊരു ഓപ്ഷൻ ഉള്ളതാണ് അവർക്ക് ന്യൂസിലൻഡ് പാത്വേ വഴി നോക്കാം എന്നുള്ളത്. പക്ഷേ ന്യൂസിലൻഡ് പാത്വേ വഴി ആണെങ്കിൽ കൂടി ഇപ്പോൾ IQN തിയറി ആൻഡ് OSCE പ്രാക്ടിക്കൽ എക്സാം ന്യൂസിലൻഡിൽ നിന്ന് അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോൾ എങ്ങനെ വന്നാലും ഒരു 1 ഇയർ ഓർ 1.5 ഇയേഴ്സ് ടൈമും എടുക്കും. കോസ്റ്റ് ഒരു 7 lakhs മിനിമം വരുകയും ചെയ്യും. അതല്ലാതെ ക്വാളിഫിക്കേഷൻ അപ്ഗ്രേഡ് ചെയ്തിട്ട് ഡയറക്റ്റ് ഓസ്ട്രേലിയ രജിസ്ട്രേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ക്വാളിഫിക്കേഷൻ അപ്ഗ്രേഡ് ചെയ്യുന്നതിൻ്റെ കോസ്റ്റും പിന്നെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവുന്നതിൻ്റെ ഒരു കോസ്റ്റും മാത്രമാണ് വരികയുള്ളൂ. ഇനി ഇതിൻ്റെ ടോട്ടൽ പ്രോസസ്സിംഗ് ടൈം എത്ര വരും എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു 7 months to 10 months ഒക്കെയാണ് ഇതിൻ്റെ ടോട്ടൽ പ്രോസസ്സിംഗ് ടൈം എടുക്കുക. കോസ്റ്റ് വളരെ കുറവാണ്. കാരണം നമുക്ക് വേറെ എക്സാംസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. രജിസ്ട്രേഷൻ പ്രോസസ്സിൻ്റെ പേപ്പർ വർക്ക്, വെരിഫിക്കേഷൻ, പോലീസ് ക്ലിയറൻസ്, അങ്ങനെ കുറച്ച് പ്രോസസ്സ് ഉണ്ട്. അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് ലൈസൻസ് കിട്ടുക. ലൈസൻസ് കിട്ടി കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ ത്രൂ പ്രോസസ്സ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് നമ്മൾ ഇൻ്റർവ്യൂ അസിസ്റ്റൻസ് ഇൻ ദ സെൻസ് ഓസ്ട്രേലിയൻ സ്റ്റൈൽ CV പ്രിപ്പറേഷൻ, കവർ ലെറ്റർ പ്രിപ്പറേഷൻ, നമുക്ക് ടൈപ്പുള്ള ഹോസ്പിറ്റൽസിൽ ഇൻ്റർവ്യൂ വരുമ്പോൾ അതിൻ്റെ അപ്ഡേറ്റ് ഇതെല്ലാം നമ്മുടെ കാൻഡിഡേറ്റ്സിനെ ഇൻഫോം ചെയ്യുന്നതാണ്. സോ മാക്സിമം ഈ ഒരു പാത്വേയിൽ കൂടിയിട്ട് എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് പെട്ടെന്ന് തന്നെ രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കുക. കാരണം ഇത് ലോങ് ടേമിലേക്ക് ഉണ്ടാവുന്ന ഒരു കാര്യമായിരിക്കില്ല. ഒരു 3 years എന്തായാലും ഉണ്ടാവുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ എന്തെങ്കിലും റൂൾ ചേഞ്ച് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് പറയാൻ പറ്റില്ല. പാത്വേ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടാനും ഇല്ല. ഇപ്പോൾ തന്നെ ന്യൂസിലാൻഡ് ഓപ്ഷൻ നിർത്തലാക്കിയത് കൊണ്ട് ഒത്തിരി പേര് ഡയറക്റ്റ് ഓസ്ട്രേലിയ പ്രോസസ്സ് നോക്കുന്നുണ്ടായിരുന്നു. ആ ഒരു പാത്വേ ആയിരുന്നല്ലോ ഈസി. അത് പക്ഷേ പെട്ടെന്ന് ഒരു ദിവസമാണ് ന്യൂസിലാൻഡ് നഴ്സിംഗ് കൗൺസിൽ സ്റ്റോപ്പ് ചെയ്തത്. അതുപോലെ ഇതും സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് നഷ്ടമാവും. സോ ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. അതെല്ലാവരും മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ജോബിനെ കുറിച്ച് വറി ചെയ്യാതെ ഇരിക്കുക. കാരണം ലൈസൻസ് എടുത്ത് വെക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് എയിം. ലൈസൻസിൻ്റെ പ്രോസസ്സ് ഇത്രയും ഈസി ആക്കിയിട്ട് നിങ്ങളത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ നഷ്ടം തന്നെയായിരിക്കും. ജോബ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്ന കാര്യം എപ്പോഴും വേരി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ചില ടൈമിൽ അത് ഭയങ്കര ബൂമായിട്ട് നിൽക്കുന്നുണ്ടാവും, ചില ടൈമിൽ വളരെ കുറവായിരിക്കും. അതൊക്കെ ഓരോ സ്റ്റേജിൽ മാറി വന്നുകൊണ്ടിരിക്കും. പക്ഷേ ലൈസൻസിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് നമുക്ക് ആ റൂള് ചേഞ്ച് ആയി കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് ആപ്ലിക്കബിൾ ആയിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ടൈം ഫ്രെയിമിനുള്ളിൽ നിങ്ങൾ മാക്സിമം ലൈസൻസ് എടുത്ത് വയ്ക്കാൻ നോക്കുക. ഓക്കെ,
സോ പ്രോസസ്സ് ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഡെസ്മ ഇൻ്റർനാഷണലെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഇനിഷ്യൽ രജിസ്ട്രേഷൻ മുതൽ എല്ലാ കാര്യങ്ങളും ഹെൽപ്പ് ചെയ്യുന്നതാണ്. വേറൊരു കാര്യം അപ്ഡേറ്റ് ചെയ്യാനുള്ളത്, നമ്മൾക്ക് PR-ൻ്റെ എൻക്വയറി മാത്രമായിട്ട് വരാറുണ്ട്. വേറെ ഏജൻസി ഓർ സെൽഫായിട്ട് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് PR ആപ്ലിക്കേഷൻ നമ്മൾ ത്രൂ ചെയ്യാമോ എന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ നമ്മൾ അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് എടുക്കുന്നില്ല. നമ്മൾ അതുപോലെ ഒത്തിരി ആപ്ലിക്കേഷൻസ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കാൻഡിഡേറ്റ്സിനെ ഫോക്കസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ പുറത്തുനിന്നുള്ള ആളുകൾക്ക് PR ആപ്ലിക്കേഷൻസ് ഇടുന്നില്ല. ഡെസ്മ ത്രൂ രജിസ്ട്രേഷൻ എടുത്ത ആളുകൾക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ PR-ന് സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. സോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക. മാക്സിമം മെസ്സേജ് ആയിട്ട് അയക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഈ ഒരു നമ്പർ ഞാൻ തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. സോ അത്രയും കോൾ വന്നാൽ ആൻസർ ചെയ്യാൻ പറ്റണം എന്നില്ല. അതുകൊണ്ടാണ് വാട്സപ്പ് മെസ്സേജ് ആയിട്ട് കോൺടാക്റ്റ് ചെയ്യാനായിട്ട് പറയുന്നത്. ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ആരും അത് മിസ് ചെയ്യാതെ ഇരിക്കുക. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ.